ഇതാ മരണം നിന്റെ മുന്നിൽ സന്നിരിക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമും കൂട്ടാളികളും നിന്റെ വലതുകാലിൽ നിന്നും നിന്റെ ഇടതുകാലിൽ നിന്നും മുട്ടിലൂടെ തുടയിലൂടെ ആമാശയത്തിലൂടെ നിന്നെ കഴുത്തിലേക്ക് റൂഹത്ത് വെച്ചു നിലകൊള്ളുമ്പോ ഇതാ ബലഗത്തി തറാഖിയ വഖീല മൻ വിളിച്ചു ചോദിക്കുകയാണ്, അല്ലാ എന്നെ ഒന്ന് മന്ത്രിച്ചൂതി തരാൻ ആരാണ് ഉള്ളത്? അല്ലാ, ഈ ദുനിയാവിൽ എനിക്കൊരു പനി വരുമ്പോ, ഈ ദുനിയാവിൽ എനിക്കൊരു പ്രയാസം വരുമ്പോ, ഈ ദുനിയാവിൽ എനിക്ക് കഷ്ടകാലം വരുമ്പോ എനിക്ക് വെള്ളം മന്ത്രിച്ചൂതി തരാൻ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, സാദാത്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സയ്യിദന്മാരുണ്ടായിരുന്നു. ഇന്നെനിക്ക് ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് എനിക്ക് ആശ്വാസം നൽകാൻ ആരാണുള്ളത്? ആരാണുള്ളത്? വലന്ന അന്നഹുൽ ഫിറാഖ്. അവന് മനസ്സിലായി ഈ ലോകത്ത് നിന്നൊരു തിരിച്ചുപോക്കാണ്, ഇനി ഒരിക്കലും മടങ്ങി വരാത്തതായ ലോകമാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകമാണ്. എത്ര സമ്പത്ത് കൊടുത്താലും അല്ലാഹു ഒരു സെക്കൻഡ് പോലും ഇനി പിന്തിക്കുകയില്ല. അവസാന ഘട്ടം വരുമ്പോൾ ലോകം മുഴുവനും പുറഞ്ഞലിച്ചു നിൽക്കുന്ന പ്രളയം, അവസാന സമയം വരുമ്പോൾ മനുഷ്യൻ മലക്കുകളോട് ചോദിക്കുമത്രേ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്സദ്ദഖ വഅകുൻ മിനസ് സാലിഹീൻ. എന്നെ ദുനിയാവിലേക്കൊന്ന് തിരിച്ചുവിടൂ, എന്നെ ഒന്ന് മടക്കുമോ, ഞാനൊരു സദഖ ചെയ്തിട്ട് തിരിച്ചു വരാം, ഞാനൊന്ന് സാലിഹാവാം, ഞാനൊന്ന് നിസ്കരിക്കാം, ഞാൻ പാവങ്ങളുടെ കണ്ണീരപ്പാം, ഞാൻ നിരാലംബര കവലംബമാകാം, ഞാൻ ഖുർആൻ ഖത്മ തീർക്കാം, ഞാൻ സക്കാത്തുകൾ കൊടുത്തു വീട്ടാം, ഞാൻ ഹജ്ജ് ചെയ്തു കൊള്ളാം, ഞാൻ ഉംറ നിർവഹിച്ചു കൊള്ളാം, ഞാൻ മുത്തുനബി ആദരിച്ചു കൊള്ളാം, ഞാൻ അവിടുത്തെ ബഹുമാനിച്ചു കൊള്ളാം, ഞാൻ ദീനിനെ സഹായിച്ചു കൊള്ളാം, ഞാൻ മദ്രസയ്ക്ക് കൊടുത്തു കൊള്ളാം, ഞാൻ വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ സംസ്കാരങ്ങളെ മൂല്യങ്ങളെ പരിപൂർണമായി പിടിച്ചുകൊണ്ട് നിലകൊള്ളാം. ഇനി ഞാൻ കള്ളുകുടിക്കില്ല, ഇനി ഞാൻ വ്യഭിചരിക്കില്ല, ഇനി ഞാൻ സിനിമ കാണില്ല, ഇനി ഞാൻ സീരിയൽ ദർശിക്കില്ല, ഇനി ഹറാമായ തലത്തിലേക്ക് ഞാൻ എന്റെ കണ്ണ് കൊണ്ടുപോകുകയില്ല. അവസാനമായി മലക്കുകളോട് എക്സ്ക്യൂസ് പറയുകയാണ്. പക്ഷേ രക്ഷയില്ല, രക്ഷയില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തിക്കഴിഞ്ഞാൽ, ആത്മാവ് എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയില്ല. ലാ യസ്തഖിറൂന സാഅത വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡ് പോലും അല്ലാഹു മുന്തിക്കുകയില്ല, ഒരു സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയുമില്ല. സമയമെത്തിയോ, സമയമെത്തിയോ അല്ലാഹു ആത്മാവിനെ വേർപെടുത്താൻ മലക്കുകളെ അയക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, ലോകത്തുള്ള സർവ്വ ജലാശയത്തിലെയും സർവ്വ സമുദ്രത്തിലെയും വെള്ളം കൊണ്ടുവന്ന് സക്കറാത്തിന്റെ ഹാലിൽ നിൽക്കുന്ന മനുഷ്യന്റെ തൊള്ളയിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ പരവേശം മാറുകയില്ല, അവന്റെ ദാഹം ശമിക്കുകയില്ല. അത്രമാത്രം പ്രയാസമാണ് മരണത്തിന്റെ മുഖമെന്ന് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി